വരെ നിന്റെ തെറ്റുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ അങ്ങോട്ട് എത്താൻ മാത്രമുണ്ട് എന്ന് വിചാരിക്കുക. അത്രയൊന്നും ഇപ്പോൾ ആർക്കും ഉണ്ടാവില്ലല്ലോ മനുഷ്യ ജീവിതത്തിലെ. ആകാശത്തേക്ക് എത്താൻ മാത്രം അനാനസ്. പക്ഷെ അള്ളാഹു ഉപയോഗിച്ച വാക്കത അനാനസ്സമ. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ഗഫർതു ലക, നിനക്ക് ഞാൻ മാപ്പ് തരും. വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല. അത് ഇത്ര ഉണ്ടല്ലോ, ഇതൊക്കെ ഇതെല്ലാം കൂടെ പുറത്തു കൊടുക്കണോ? അങ്ങനെ പറയില്ലേ കണക്കൂട്ടുമ്പോൾ? ഇതെല്ലാം കൂടെ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണോ? കുറച്ച് കൊടുത്താൽ പോരെ? അങ്ങ് മുഴുവൻ കൊടുത്തേക്ക്. വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല. അള്ളാഹു പറയാം, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ തെറ്റുകളുമായിട്ടാണ് സുമ്മ ലഖീതനി, നീ എൻ്റെ മുമ്പിലേക്ക് ഖബറിലേക്ക് വരുന്നത് തെറ്റ് ചെയ്തിട്ടാണ്, തെറ്റ് ചെയ്ത് കടന്നതാണ്, അങ്ങനെ ഉറങ്ങിയതാണ്. കള്ളുകുടിച്ച് കിടക്കണവരുണ്ട്. കള്ളുകുടിച്ച് കിടന്നു, നേരം വെളുത്തപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, കിടന്നു, മരിച്ചുപോയി. അടുത്ത സമയം ദുബൈയിൽ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ അലൈഹിസ്സലാം, ആദം നബിയുടെ മക്കളെ, ഭൂമി നിറയെ തെറ്റുകളുമായി നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഭൂമി നിറയെ തെറ്റാണ്, അത്രക്കും തിന്മകൾ ചെയ്തൊക്കെ ഭൂമിയിലങ്ങ് വിതറിയാൽ നിറയാൻ മാത്രമുണ്ട് എന്ന് വിചാരിക്കുക. സുമ്മ ലഖീതനി, എന്നിട്ട് എന്നെ നീ കണ്ടുമുട്ടുമ്പോൾ ലാ തുശ്രികു ബി ഷൈആ, ഒന്നുമേ ആരെയും എന്നോട് ശിർക്ക് ചെയ്യാതെ എല്ലാറ്റിനും കഴിവുള്ള പരമകാരുണ്യകനും പരമശക്തിയുമായ അള്ളാഹു, അത് ഒന്നു മാത്രമേ. റബ്ബ് തആല ഒരുവനാണ്, രണ്ടാളില്ല, മൂന്നാളില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ പങ്കുള്ളവർ ആരുമേ ഇല്ല. ഇതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ, ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ടാണ് നിന്നെ ഞാൻ സ്വീകരിക്കുന്നത്. എനിക്കത് പ്രശ്നമല്ല എന്ന് അല്ലാഹു തആല പറയാം. യാ റബ്ബ്, ദുആ നമ്മുടെ മഗ്ഫിറത്തിന് കാരണമാണ്. അല്ലാഹു മുജീബാൻ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. അതല്ലേ നമ്മുടെ ചർച്ച. ഇഖ്ലാസ് വേണം, ആത്മാർത്ഥമായിട്ട് തോർക്കണം. എന്നാ ഉറക്ക തോരുന്ന ഇങ്ങനെ ഈണോ രാഗൊന്നും വേണ്ട ദുആന് അങ്ങനെ ഉണ്ടാക്കിയ നൂലുകൾക്ക് കരച്ചിലൊന്നും വേണ്ട. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരഞ്ഞോ. ഉറക്ക കരയാൻ വേണ്ടി നല്ല ഈണത്തിലും രാഗത്തിലും പ്രാസപ്പിച്ചിട്ട് പറയാം, അതൊന്നും വേണ്ട. അള്ളാഹുവിനോട് പച്ചയായിട്ട് കാര്യം പറഞ്ഞാൽ മതി. മനസ്സ് അള്ളാഹുവിൻ്റെ കൂടെ വേണം പറയുമ്പോൾ. ഖൽബ് അള്ളാഹിൻ്റെ കൂടെ ഇല്ലാതെ നമ്മൾ നല്ല ചൊറുക്കൽ തോരുന്നിട്ട് ഒരു കാര്യമില്ല, അള്ളാഹു ഉത്തരം തരൂല. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. സൂറത്ത് ഗാഫിർ. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ ഇഖ്ലാസോടുകൂടെ സമർപ്പണം അള്ളാഹുവിന് മാത്രമായി മനസ്സ് അള്ളാഹുവിന് കൊടുത്തുകൊണ്ട് ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണേ. അള്ളാഹുവിനോട് ദുആ ഇരക്കണേ. ഇഖ്ലാസ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഞാൻ ചോദിക്കുന്നത് നൽകാൻ അള്ളാഹു കഴിയുന്നവനാണ്. എത്ര വലിയ ക്യാൻസർ രോഗിയാണ്, എത്ര വലിയ മാരക രോഗമാണ്, ഡോക്ടർമാർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ കയ്യിലാണ് അജല് കിടക്കുന്നത്. അള്ളാഹുവിനത് നീട്ടിത്തരാൻ കഴിയും, അള്ളാഹുവിനത് ശിഫയാക്കി തരാനും കഴിയും. അത്ഭുതം സംഭവിച്ചു എന്നവർ പറയും. ശിഫയാക്കുന്നത് അള്ളാഹുവാണ്. യാ അല്ലാഹ്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം തരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കേണ്ടത്. വഅലമൂ, അറിയണേ, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, അശ്രദ്ധമായി കിടക്കുന്ന, സീരിയസ് അല്ലാതെ ബോധമില്ലാതെ ചോദിക്കുന്ന ഒരു ദുആഇനും അള്ളാഹു ഉത്തരം നൽകുന്നില്ല. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ് എന്ന അവസ്ഥയിലാണ് ദുആ ഇരക്കേണ്ടത്. അങ്ങനെ ദ്വാരക്കാൻ നമുക്ക് പറ്റണില്ല എന്നതാണ് വിഷയം. നമ്മൾ അങ്ങനെ ഇപ്പോൾ എത്ര ദ്വാര ദ്വാരന്നിട്ടുണ്ടാവും? ഞാൻ ഈ ചോദിക്കുന്ന ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദ്വാരക്കാം. നമ്മൾ ദ്വാരക്കും നോക്കുക, ചിലപ്പോൾ ഈ മൂലയിരപ്പം തോരുന്നാൽ കിട്ടുമായിരിക്കും,
ഇല്ലെങ്കിൽ വേറെ എവിടെയും പോയി നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കുക എന്ന് ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹുവിനെ ടെസ്റ്റ് ചെയ്യരുത്. മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം അള്ളാഹു തരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ, അള്ളാഹു ഉത്തരം തന്നിരിക്കും. സുബ്ഹാന അള്ളാഹു, സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു അദബ്, ഹലാലായ ജോലി ചെയ്യണം, ഹലാലായതേ കഴിക്കാൻ പറ്റുള്ളൂ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൂടാ. കള്ളു കുടിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്തരം കിട്ടൂല. ഫുള്ള് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കണത് ഇങ്ങനെ ദ്വാരക്കാണ്. തിന്മയിലായിക്കൊണ്ട് ദ്വാരക്കുക, അതിന് അള്ളാഹു ഉത്തരം തരൂല. ബോധമൊക്കെ തെളിഞ്ഞു, തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിനോട്, കള്ളുടിയനായിരുന്നു, അള്ളാഹു പുറത്തു തരും. ബോധമുള്ളവരായ അള്ളാഹു ത്വയ്യിബേ സ്വീകരിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന ഭക്ഷണം ഹലാലാവണം. യാ അയ്യുഹന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു പരിശുദ്ധിയുള്ളവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ശുദ്ധിയുള്ളതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അള്ളാഹു നബിമാരോട് കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതും ഒന്നു തന്നെയാണ്. എന്താ കൽപ്പന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂലു, എൻ്റെ നബിമാരെ, എൻ്റെ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ ഹലാലായതും ശുദ്ധിയുള്ളതുമേ നല്ലതേ നിങ്ങൾ കഴിക്കാവൂ. വഅമലൂ സ്വാലിഹാ, അങ്ങനെ കഴിക്കുന്നവർക്കാണ് സ്വാലിഹായ അമല് ചെയ്യാൻ കഴിയുക, അവർക്കാണ് അതിന് തൗഫീഖ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഹലാല് ഭക്ഷിച്ചോളൂ നന്മ ചെയ്തോളൂ എന്ന് പറയാൻ കാരണം. ഹലാല് ഭക്ഷിച്ചാലേ നന്മ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നവനാണ്. പിന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ തന്നെ, ഈ പോതിയത് സൂറത്ത് മുഅ്മിനൂൻ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളവയിൽ നിന്ന് ത്വയ്യിബെടുത്ത് കഴിക്കണം. അപ്പോൾ അള്ളാഹു തന്നെയാണ് ഹലാലും ഹറാമുമായ ഭക്ഷണം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയത്. പക്ഷെ അള്ളാഹ് പറയാണ്, ഇത് രണ്ടും എൻ്റെ ക്രിയേഷനാണ്. പക്ഷേ യു ഹാവ് ടു ചൂസ് ഹലാൽ ആൻഡ് ത്വയ്യിബ്, പെർമിസിബിൾ ആൻഡ് പ്യൂർ. ക്ലീനായിരിക്കണം, ശുദ്ധിയുള്ളതാവണം, ഹലാലുമാകണം. എല്ലാ ഹലാലും ശുദ്ധിയുള്ളതാവണമെന്നില്ല, എല്ലാ ശുദ്ധിയുള്ളതും ഹലാലുമാവണമെന്നില്ല. നല്ല ശുദ്ധിയുള്ള പോർക്കാണ് തിന്നാൻ പറ്റുമോ? അല്ല, അത് ഹറാമാണ്. ഹലാലായത് തന്നെയാണ്, പക്ഷേ വൃത്തിയില്ലാത്തതാണ്. ഹലാലൻ ത്വയ്യിബൻ. പെപ്സി, കോളകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ അങ്ങനെയാണ്, ഹലാലാണ്. ത്വയ്യിബ് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. തടി കേടാവുന്നാ പറയാ. പല എക്സ്പെരിമെൻറ്റുകളും പലരും ചെയ്തിട്ടില്ലേ? അപ്പോൾ ശരീരത്തെ നശിപ്പിക്കുന്നത് ത്വയ്യിബല്ല, ശരീരത്തിന് നല്ലതല്ല. ഹലാലാണ്, പക്ഷെ നല്ലതല്ല, നമ്മൾ ഡാമേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യം നോക്കണം. ഹലാൽ മാത്രമാണോ നോക്കിയാൽ പോരാ, ഹലാൽ ആൻഡ് ത്വയ്യിബ്. അത് ഹെൽത്തി ആയിരിക്കണം, നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. ഹലാലൻ ത്വയ്യിബൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പറഞ്ഞു. സുമ്മ ദക്കറ റജുൽ, ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞു. യുതീലു സഫർ, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾ. അശ്അസ അഗ്ബറ, അയാളുടെ മുടി പൊടി പിടിച്ച് കിടക്കുകയാണ്, ശരീരമാസകലം പൊടിയാണ്. അവർ മിസ്കീനായിട്ട് ഒരു മസ്താനായിട്ട് ഇങ്ങനെ നടക്കുക എന്ന് സങ്കല്പിക്കുക. അപ്പം അങ്ങനെ ആകുമ്പം വല്ലാണ്ട് പൊടി പിടിക്കുന്നതോറും അള്ളാഹുലേക്ക് അടുത്ത ആൾക്കാരാണെന്നാണ് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കൽ.
അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. അതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും, കേടുള്ളവരുണ്ടായിരിക്കും. എത്രയോ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട്. മിസ്കീനായിട്ട് നടക്കുന്ന ആളാണ്, പക്ഷേ വൈകുന്നേരം കഞ്ചാവിൻ്റെ ആളാണ്, അല്ലെങ്കിൽ കള്ളുപിടിക്കുന്ന മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ വട്ടിപ്പലിശ കൊടുക്കല പരിപാടി. യാചനയാണ് ജോലി, പക്ഷേ വട്ടിപ്പലിശ കൊടുക്കലാണോ അല്ലെ ബിസിനസ്. അങ്ങനെ ജോബും ബിസിനസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അശ്അഥ അഗ്ബറ, പൊടി പുരണ്ടിരിക്കുന്നു ശരീരമാസകലം. ഒരു യാത്രക്കാരൻ്റെ, ഒരു മിസ്കീനിൻ്റെ, ഒരു ബോധമില്ലാതെ നടക്കുന്ന, ദുന്യാവ് വേണ്ടാന്ന് വിചാരിക്കുന്ന ആളെപ്പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയും യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. എന്തേ പറയണമെന്നറിയോ? നിങ്ങൾ എന്തേലും കൊടുത്താലൊരു പറയും യാ റബ്ബ്, പഠിച്ചോനെ ഇയാൾക്ക് എന്തേലും കൊടുക്കണേ റബ്ബേ, ഇയാൾക്ക് ഖൈറ് ചെയ്യണേ പഠിച്ചോനെ, ഇയാൾക്ക് അങ്ങനെ ചെയ്യണേ. കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ചീത്തയും പറഞ്ഞേക്കും ചിലപ്പോൾ. കൊടുത്തു കഴിഞ്ഞാൽ അവർ കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞൊരു ദ്വാരക്കും. അവർ മസ്താന് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു മുസാഫിറായ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെയൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടായിരിക്കും, നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ എല്ലാവരും നല്ലവരാണെന്നും പറയാൻ പറ്റില്ല. തങ്ങളെന്താ പറയുന്നറിയോ? വമത്അമുഹു ഹറാം, അയാൾ ഹറാമിൽ നിന്ന് ഭക്ഷിക്കുന്ന ആളാണ്. വമശ്റബുഹു ഹറാം, കള്ളുടിക്കുന്ന ആളായിരിക്കും അയാളുടെ ഭക്ഷണം ഹറാമാണ്. പൊതുമുതൽ ഭക്ഷിക്കുന്ന ആളായിരിക്കും, ഒരു പക്ഷേ അനുവാദമില്ലാതെ കിട്ടുന്നത് തിന്നുന്ന ആളായിരിക്കും. വമൽബസുഹു ഹറാം, വസ്ത്രം ആരുടെയെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവന്നതായിരിക്കും. വഗുദിയ ബിൽ ഹറാം, ഈ ഹറാമിൻ്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ശരീരം തന്നെ ആരോഗ്യം കൊണ്ടത്, ആരോഗ്യം ലഭിച്ചത് തന്നെ ഹറാം കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഈ കാരണങ്ങളുണ്ടായിരിക്കെ എങ്ങനെയാണ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ഇയാൾ പറയുന്ന ദുആഇന് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അള്ളാഹു ഉത്തരം നൽകൂല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ മഹാനായ ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് സഖഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസാണിത്. സ്വഹീഹായ, വളരെ സ്ട്രോങ് ആയ ഹദീസാണ്. ലാ തസ്തബ്തിഇൽ ഇജാബ വഖദ് സദത്ത തുറുഖഹാ ബിൽ മആസി. മഹാന്മാർ പറയും, എന്തേ ഉത്തരം ലഭിക്കാത്തത്, എന്തേ ഉത്തരം വരാത്തത് എന്ന് പറഞ്ഞ് ഉത്തരം വരാത്തതിനെ സംബന്ധിച്ച് അക്ഷമ കാണിക്കേണ്ടതില്ല. വഖദ് സദത്ത തുറുഖഹാ ബിൽ മആസി, ആ ഉത്തരം വരേണ്ട വഴികളെല്ലാം തിന്മകൾ ചെയ്തുകൊണ്ട് നീ അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അതിലൂടെ ഉത്തരം വരിക? ഉത്തരം വരേണ്ട വഴികളൊക്കെ നീ അടച്ചു വെച്ചിരിക്കുകയല്ലേ. ബിൽ മആസി, നിങ്ങളുടെ തിന്മകൾ കാരണം. അതുകൊണ്ട് ഉത്തരം കിട്ടാൻ വൈകിപ്പോയതിൽ അള്ളാഹുവിനെ കുറ്റം പറയേണ്ട. യുസ്തജാബു ലിൽ അബ്ദി, ഏതൊരാൾ ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം കൊടുക്കുന്നുണ്ട്. മാലം യദ്ഉ ബിഇസ്മിൻ, ഒരു തെറ്റിന് വേണ്ടി ദുആ ചെയ്താലൊഴികെ. ഔ ഖതിഅതി റഹിമിൻ, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി ദുആ ചെയ്താലൊഴികെ. മാലം യസ്തഅജിൽ, ഈ രണ്ട് കാര്യത്തിനുമല്ല. ദ്വാരന്നൊക്കെ ഹലാലായ കാര്യമാണ്, അള്ളാഹു ഉത്തരം കൊടുക്കും. മാലം യസ്തഅജിൽ, ധൃതി കാണിക്കാതിരിക്കുന്ന കാലത്തോളം. ഖീല, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൽ ഇസ്തിഅജാൽ, എന്താണ് നബിയെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. യഖൂലു, അയാൾ പറയും, ഖദ് ദഅഉതു വഖദ് ദഅഉതു, ഞാൻ ദുആ ചെയ്തല്ലോ, ഉംറക്ക് പോയപ്പോൾ ദുആയിരുന്നല്ലോ, മദീനത്ത് നിന്ന് ദുആ ചെയ്തല്ലോ, നാട്ടിൽ നിന്നപ്പം ദുആ ചെയ്തല്ലോ, ഇന്ന മഹാൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്തല്ലോ, വെള്ളിയാഴ്ച ദുആ ചെയ്തല്ലോ, സുന്നത്ത് നോമ്പെടുത്ത് ദുആ ചെയ്ത്, എന്നിട്ടൊന്നും ഞാൻ ചോദിച്ചാൽ അല്ലാഹു തന്നിട്ടില്ലല്ലോ. ഇത് പറയാത്ത കാലത്തോളം ഫലം അറ യുസ്തജബ് ലീ, ഇങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ടും എനിക്കെന്താണ് ഉത്തരം കിട്ടാത്തത് എന്ന് നിങ്ങൾ ധൃതി കാണിക്കാത്ത കാലത്തോളം, അത് പറയാതിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരും. എന്താ റബ്ബേ എൻ്റെ കാര്യം ശരിയാവാത്തത്? ശരിയാവും, നീ ഉറപ്പിക്ക്, അള്ളാഹു ശരിയാക്കി തരും എന്ന് തന്നെ ഉറപ്പിക്കണം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻദ ദാലിക യസ്തഹ്സിറു, എന്താ സംഭവിക്കുക എന്നറിയോ? എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾ യസ്തഹ്സിറു, വലിയ സങ്കടത്തിലേക്ക് പോകും. വയദഉ ദുആ, പിന്നെ അയാൾ ദുആ നിർത്തിവെക്കും. ഇനി ഞാൻ ചോദിക്കണില്ല എന്ന് പറയും. ചോദിക്കേണ്ട ആൾ ദുആ നിർത്തിവെക്കും. എന്തേ? ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, ധൃതി കാണിക്കരുത്.
ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വളരെ വിനയത്തോടെ താഴ്മയോടെ, വഖുഫിയതൻ ശാന്തമായിട്ടും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഉറക്ക നിലവിളിച്ച് ഒച്ച വെച്ച് ചങ്ക് പൊട്ടിച്ച് അങ്ങനെയൊന്നും ദുആ. ഖുഫിയതൻ, വളരെ ശാന്തമായി മെല്ലെ ദുആ മതി. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വറഫഅ അല്ലാഹു ഖദറഹു, ഉസ്താദിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ ഇരുന്നാൽ കാണും ഒരു കുട്ടിൻ്റെ സൗണ്ട് കേൾക്കൂല. ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചൊല്ലിക്കഴിയുന്നുണ്ടാവും, ഒരു ഒച്ചയും ബഹളം ഉണ്ടാവില്ല. ഉസ്താദ് അങ്ങനെ പഠിപ്പിക്കുക. നമ്മൾ ബഹളം മാത്രമല്ല, അത് മൈക്ക് കൂടെ തന്നെ ബഹളം. അത് ആരെങ്കിലും ഞാൻ അത് തൽക്കാലം മൈക്ക് ഓഫാക്കി കൂടെ നിങ്ങൾ ചൊല്ലുന്നത് നാട്ടുകാർക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി കച്ചറി പ്രശ്നമായി. അറിയാത്തത് കൊണ്ടായിരിക്കും. തളർറുഅൻ വഖുഫിയ, നിങ്ങൾ മെല്ലെ പറഞ്ഞാൽ മതി, അള്ളാഹുവിനതറിയാം. വളരെ വിനയത്തോടുകൂടെ, ഖുഫിയതൻ മെല്ലെ ശാന്തമായി. ഒറ്റക്കിരുന്നിട്ടാണെങ്കിൽ അങ്ങനെ, കൂട്ടമായിട്ട് ദുആ ചെയ്യുമ്പോൾ ശാന്തമായിട്ട് ബഹളല്ലാണ്ട്, അപ്പോഴാണ് ഒരു പീസ് ഓഫ് മൈൻഡും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉറക്ക തോരക്കുന്ന ഒരാളുടെ കരച്ചിലോ ഒച്ചപ്പാടോ ബഹളോ കേട്ട ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോയി പോവും. നമുക്ക് അള്ളാഹുവിൽ ഓർക്കണ്ടേ. എന്താ ഉംറക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് സംഭവിക്കുന്നൊരു പ്രശ്നം അങ്ങനെയാണ്. ഉംറ ചെയ്യുമ്പോൾ നാനാ ഭാഗത്തുനിന്ന് വന്ന മനുഷ്യന്മാരെന്താ കാട്ടണമെന്ന് നോക്കി നടക്കുക. അവനാൻ്റെ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലായി നടക്കുന്നത്, ഇഹ്റാം ചെയ്ത നിയ്യത്തിലായി പോകുന്നത്, ഇവൻ്റെ തവാഫ് എന്താകുന്നുണ്ടെന്ന് മാത്രം ചിന്തിക്കണില്ല. ബാക്കി നാട്ടുകാരെ കഥ മുഴുവൻ കാണുന്നുണ്ട്. ഹറമിൽ ചെന്നാലും അതന്നെ, മറ്റേ നാട്ടുകാരെന്താ. അപ്പോൾ റൂമിൽ വന്നാൽ പിന്നെ കഥ, ഞാൻ ഒരാളെ കണ്ടിട്ടോ, മറ്റേ ആൾ അങ്ങനെ കാട്ടിട്ടോ, ഒരാൾ ഇങ്ങനെ കാട്ടിയോ, പോലീസുകാരുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അവിടെ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഇബാദത്ത് മാത്രം ശ്രദ്ധിക്കുക. അവിടെ നമ്മളൊരു ഇബാദത്തിന് പോയതല്ലേ, അതിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഓരോ സെക്കൻഡും ഖൽബ് അല്ലാഹു അല്ലാതെ മറ്റൊന്നിലേക്കും, പുണ്യ ഹബീബും നമ്മുടെ ആഖിറവും ഇതല്ലാതെ മറ്റൊന്നിലേക്കും പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. അങ്ങനെയാണ് പരിശുദ്ധമായ റൗദയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ റൗദയിൽ ബാബുസലാമിനോട് സലാം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ, കുറേ വീഡിയോസും മൊബൈലും ആയിരിക്കും. എന്തോ ഒരു വിഷമാണ് റബ്ബേ, വലിയ വിഷമാണ്. അപ്പോൾ നമ്മൾ അറിയാതെ നോക്കിപ്പോവും മറ്റവൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഒച്ചപ്പാടിലേക്ക്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസാരത്തിലേക്ക്. നമുക്ക് നമ്മുടെ ഒരു നിയ്യത്തും നമുക്ക് ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിയേണ്ടി വരും. ആ ഓരോ സെക്കൻഡും അള്ളാഹു എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഹബീബിൻ്റെ ഹളറത്തിലാണ്, ഇത്രയും തൊട്ടടുത്ത്. ഇപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്ഷേ ഒരു 3 മീറ്ററൊക്കെ അകലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 4 മീറ്റർ, അത്ര അടുത്ത് ഖബറിൽ ജീവിച്ചിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസ്ലിമിൻ്റെ അഖീദ. നബി തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കന്മാരും അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. സ്വഹീഹായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സലാം പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും നിങ്ങൾ എന്നോട് പറയുന്ന സലാം, നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും നിങ്ങളുടെ വാപ്പയുടെ പേരും അറിയിച്ചു തരാൻ എനിക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്. കൃത്യമായിട്ടും അറിയും ആരാണ് ഈ സലാം പറയുന്നത്. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹളറത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ വേറുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാവുക. അപ്പം അങ്ങനെ ആയിപ്പോവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സ് സാന്നിധ്യത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എവിടെ ചെന്നാലും എങ്ങനെയാണ്, എവിടെ ചെന്നാലും. ഇപ്പം നിങ്ങൾ അജ്മീറിലേക്ക് സിയാറത്തിന് പോകുന്ന ആൾക്കാണ്. അജ്മീർ അവിടെ ഒരുപാട് ആളുകൾ വരും, വിവരമുള്ളവരും ഇല്ലാത്തവരും, ജാഹിലീങ്ങളായ ആൾക്കാരും, ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്തവരും, ജന്മത്തിൽ നിസ്കരിച്ചിട്ടില്ലാത്തവരൊക്കെ വരും. അവിടെ വന്ന് സുജൂദ് ചെയ്ത് പോകുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും വന്ന് കാണിക്കുന്നുണ്ടാവും. നമ്മളാ പോയത് മഹാനവറുകളുടെ ഹളറത്തിലാണ്. അള്ളാഹുവിൻ്റെ വലിയ മുഹിബ്ബായിരുന്ന, ഒരുപാട് കറാമത്തുകൾ കാണിച്ച, ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് പ്രചരിക്കാൻ കാരണക്കാരനായ വലിയൊരു മഹാൻ്റെ ഹളറത്തിലാണ്. നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളവിടെ ചെയ്യുന്നു, അതവോടുകൂടെ ചെല്ലുന്നു, ദുആ ചെയ്യുന്നു, അവിടുന്ന് ഖുർആൻ ഓതുന്നു, ആ ഹളറത്തിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ഒരു ഇബാദത്ത് നമ്മൾ മറ്റുള്ളവരെന്താ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ നിന്നാൽ നമ്മളാ പോയ ടിക്കറ്റും യാത്രയും ടൈമൊക്കെ വേസ്റ്റാവും. നമ്മുടെ ലക്ഷ്യമെന്തോ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ലോകത്ത് വിവരമുള്ളവർ വിവരമില്ലാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവരും നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക. പല നാട്ടുകാരും വന്ന് പലതും ചെയ്തു കൂട്ടിയേക്കാം. നമ്മൾ അതിനൊന്നുമല്ല. നമ്മൾ ആരെയാ ലക്ഷ്യം വെച്ച് പോയത്, എവിടെയാണ്, ഏത് മക്കാമിലേക്കാണ്, ഏത് ഹളറത്തിലേക്കാണ്, ഏതൊരു പുണ്യമായ സ്ഥലത്തേക്കാണ്, ഏത് ഹറമിലാണ് നമ്മളുള്ളത്, അവിടെ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. തളർറുഅൻ വഖുഫിയ,
അതുകൊണ്ടാണ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ട് ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, വളരെ വിനയാന്വിതരായിട്ട്, വഖുഫിയതൻ, മെല്ലെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ബോർഡർ കഴിഞ്ഞ് അതിര് കഴിഞ്ഞ് കടക്കുന്നവർ, അള്ളാഹു വെച്ച ലിമിറ്റിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ്. അപ്പം എന്താണ് ദുആ ചെയ്യുമ്പോൾ അതിര് കടക്കുക എന്ന് പറയുന്ന സംഗതി? എന്താണ് അൽ-ഇഅ്തിദാഉ ഫി ദുആ? ഒന്ന്, ഏതെങ്കിലും ഹറാമായത് ചോദിക്കാം. നമുക്ക് ചോദിക്കാൻ പാടില്ലാത്തത് ഹറാമ് ചോദിക്കാം. നമ്മളെ നാട്ടുകാരൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ചിലരൊക്കെ എന്നോടൊരാൾ പറഞ്ഞിരുന്നു, അങ്ങനെ മലയാളിയല്ല, അപ്പോൾ ഹറമിലേക്ക് ഉംറക്ക് പോയി കഅബൻ്റെ അടുത്തുനിന്ന് ഞാൻ അയാൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട് എന്ന്. പടച്ചോൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കഅബൻ്റെ അടുത്തുനിന്ന് തനിക്ക് ദുൽമ ചെയ്ത ഒരാളെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവിടെ ഹറം ചെന്നിട്ട് ഞാൻ ഇഹ്റാമിൻ്റെ കോലത്തിൽ നിന്നിട്ട് കഅബൻ്റെ കില്ല പിടിച്ച് അയാൾക്കെതിരെ ദുആ ചെയ്തിട്ടാണ് ഞാൻ പോരുന്നത് എന്ന്. ഭയങ്കര തെറ്റാണ്, അറിവില്ലായ്മയാണ്, ജഹലാണത്. നമ്മൾ തിരുത്തി കൊടുക്കണം. ഹറാമ് കൊണ്ട് ദുആ ചെയ്യുക, ഇത് അള്ളാഹുവിൻ്റെ പരിധി കടക്കലാണ്. അങ്ങനെ ചെയ്യരുത്. പിന്നെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തിന് എതിരായത് ചോദിക്കുക, അതും അതിര് കടക്കല. അല്ല, അള്ളാഹുവെ ഇന്നങ്ങോട്ട് മരിപ്പിക്കാതെ ഖിയാമത്ത് നാൾ വരെ നിർത്തി തന്നൂടെ, ഒരാൾക്ക് ചോദിക്കാം. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അള്ളാഹു മരണം വിധിച്ചിട്ടുണ്ട്. അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് വഫാത്തായി പോയില്ലേ. പിന്നെ ആർക്കും അള്ളാഹുവിൻ്റെ ആ ഒരു ഖളാഇനെ മറികടക്കാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ഖൽബിലങ്ങോട്ട് വെച്ചേക്കുക. അമ്മക്ക് പാപ്പാക്ക് സുഖമില്ല എന്ന് വിചാരിക്കുക, അല്ലെ നമുക്ക് തന്നെ സുഖമില്ല, ഭാര്യയ്ക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് സുഖമില്ല. രണ്ടാലൊന്നും സംഭവിക്കും. ഒന്നുകിൽ അള്ളാഹു ശിഫ കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖളാ അവിടെ സംഭവിക്കും. ഈ രണ്ടാളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒന്നുകിൽ ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു അഡ്മിറ്റ് ആവുന്നതോടുകൂടെ ഒരുപക്ഷെ ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്കായിരിക്കും ഉമ്മയോ വാപ്പയോ വേണ്ടപ്പെട്ടവരോ നമ്മളോ ആരോ ആകട്ടെ പോകുന്നു. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. കാലാകാലം ഒരസുഖവും മാറാതിരിക്കാൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാലത്ത് ഒരസുഖം എന്ത് ചെയ്യരുത്, ശിഫയാകാതിരിക്കുക, എല്ലാം ശിഫയാവണം. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഖളാ ഒരു രോഗത്തിലൂടെ മരിക്കണം എന്നാണെങ്കിൽ അവിടെ ശിഫ കിട്ടൂല, മരണമായിരിക്കും സംഭവിക്കുക. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. അള്ളാഹുവിന് ഇങ്ങനെയും ഒരു ഖളാ ഉണ്ടായിരിക്കാം, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെതിരായത്, അള്ളാഹുവിടെ നിശ്ചയിച്ച റബ്ബിൻ്റെ ചില ഖാനൂനുകളുണ്ട്, അതിനെതിരായത് ദ്വാരക്കരുത്. അല്ലെങ്കിൽ അള്ളാഹുവെ ഒരു വെള്ളവും ഭക്ഷണവും തിന്നാതെ എനിക്ക് ജീവിക്കണം, അതിനെനിക്ക് തൗഫീഖ് താ എന്ന് ദ്വാരക്കുക. അതൊന്നും പറ്റൂല. അതൊക്കെ ഇഅ്തിദാ ആണ്, അതിര് കവിയലാണ്, ബോർഡർ കവിഞ്ഞു പോകൽ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെ ദുആ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമേ അല്ല. ദുആയിൽ അതിര് കവിയുന്നതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിന് മുമ്പത്തെ ക്ലാസ്സിലോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ദുആയിരുന്നില്ലേ? സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ദുആ ചെയ്തു. അവിടെ എന്തെങ്കിലും ചെയ്തോ മൈക്ക്? സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ദുആ ചെയ്യുന്നത് മഹാനവറുകൾ കേൾക്കുകയാണ്. സഅദ് എന്നവർ മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. اللهم إني أسألك الجنة وأسألك من نعيمها وبهجتها. എന്തേ ഇവിടെ സംഭവിച്ചേ? എന്തേ പ്രയാസം ഉണ്ടായിരുന്നോ? മൂളിച്ചുണ്ടല്ലേ? ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടെന്നല്ലേ? ആയിക്കോട്ടെ, അത് കറക്റ്റ് ചെയ്തേക്ക്, കുഴപ്പമില്ല. പക്ഷെ അവിടെ തിരിച്ചാൽ ഇവിടെ തൊണ്ടയിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരും. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅസ്അലുക മിൻ നഈമിഹാ വബഹ്ജതിഹാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ, ആ സ്വർഗത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ
വർണ്ണ ശബളിമ, അതിൻ്റെ ആനന്ദം, സ്വർഗത്തിൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോർക്കുക. കുട്ടികളൊക്കെ തോർക്കുകയാണെങ്കിൽ അവിടെ ഫെറാറി വേണം, അവിടെ ലംബോർഗിനി വേണം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തോർക്കുക കുട്ടികൾ. സ്വർഗത്തിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റുഡൻസ് വരെ അപ്പോൾ ലംബോർഗിനിയെ കിട്ടൂടെ? കിട്ടും തന്നെ അല്ല, അപ്പോൾ എന്താ പറയുക, കിട്ടില്ല അറിയാൻ പറ്റുമോ? ഫിഹാമ തഷ്തഹീഹി ലംഫുസു. ഒരു ശരീരത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കോ ഇല്ലേ അത് വേറെ വിഷയം. അങ്ങനെ ആഗ്രഹിക്കുമെങ്കിൽ കിട്ടും. ഓ തലദ്ദുൽ അയ്യുൻ, കണ്ണിന് കുളിർമയുള്ളതും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ആ സ്വർഗത്തിലെത്തിയ അത് വേണം ഇത് വേണമെന്ന് ഓരോന്ന് അവിടുത്തേത് ഇങ്ങനെ ഓരോന്ന് സാദ് തങ്ങളുടെ മകനിങ്ങനെ പറയാം ദുആയിൽ. അപ്പോൾ സാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ നരകത്തേക്കെത്തി. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. റബ്ബേ വഅഊദു ബിക മിനന്നാരി മിൻ സലാസിലിഹാ വഗ്ലാലിഹാ. അല്ലാഹു, നരകത്തിൻ്റെ ചങ്ങലകൾ, നരകത്തിൻ്റെ കൊളത്തുകൾ, നരകത്തിൻ്റെ അത് ഇത്, നരകത്തിൻ്റെ ശിക്ഷകൾ ഇങ്ങനെ എണ്ണിപ്പറയാം. സഅദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ഖൈറൻ കസീറാ. മോനെ, നീ അള്ളാഹുവിനോട് ഒരുപാട് ചോദിച്ചല്ലേ, സ്വർഗത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ കുറേ ചോദിച്ചില്ലേ നീ, ഞാൻ കേട്ടുട്ടോ. വതഅവ്വദ്ത മിനല്ലാഹി മിൻ ശർരിൻ കസീർ. ഒരുപാട് ഷർറുകളിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്തു. അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട മോനെ, അത് ദുആഇൻ്റെ അദബിൽപ്പെട്ടതല്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സയകൂനു ഖൗമുൻ യഅ്തദൂന ഫിദ്ദുആ. ദുആയിൽ അതിര് കവിഞ്ഞ് കിടക്കുന്ന ആളുകൾ വരും. എൻ്റെ ഉമ്മത്തികളിൽ അങ്ങനെ ദുആ ഇറക്കുന്നവരുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മോനെ ഞങ്ങൾ ഹബീബിൽ നിന്ന് കേട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഅദ് എന്നവർ ഓതിക്കൊടുത്തു, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഇതിനൊക്കെ പകരം മോനെ ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, വഇന്ന ഹസ്ബക അൻ തഖൂൽ. സ്വർഗത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞില്ലേ, നരകത്തുനിന്ന് അല്ലാഹു ഇതെനിക്ക് വേണ്ട, ഇതിന്ന് കാവൽ തരണേ, ഇതിന്ന് തന്നെ കാക്കണേ എന്ന് ഓരോന്ന് എടുത്തു പറഞ്ഞില്ലേ, അതിനൊക്കെ പകരം നിനക്ക് പറയാൻ കഴിയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. എത്ര ദ്വാരം മതിയാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ. അത് ജന്നത്തുൽ ഫിർദൗസ് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുക. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഖൗലും അമലും. സ്വർഗം തരണേന്ന് പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാതെ നടക്കുക, അത് തൗഫീഖില്ലായ്മയാണ്. സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന പണിയും ചെയ്യേണ്ടതിൻ്റെ ഒപ്പം അതിന് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. മിൻ ഖൗലിൻ ഔ അമൽ. ഒന്നുകിൽ ചിലപ്പോൾ ചില ദിക്റുകളായിരിക്കും, ചില ദിക്റൊക്കെ ഭയങ്കരമാണ്, അതിൻ്റെയൊക്കെ കൂലി അപാരമാണ്. അല്ലാഹു തആല എണ്ണമറ്റ പ്രതിഫലം കൊടുക്കുന്ന ദിക്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ചൊല്ലാനൊരു ഭാരം അതുകൊണ്ട് ഇല്ലതാനും. ഔ അമൽ, ചില അമലും അങ്ങനെയാണ്. اللهم إني أسألك الجنة وما قرب إليها من قول وعمل. അല്ലെങ്കിൽ ഖൗലിൻ ഔ അമൽ, രണ്ട് റിവായത്തിൽ കാണാൻ പറ്റും. അല്ലാഹുവേ, നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ. വമാ ഖറബ ഇലൈഹ, ആ സ്വർഗത്തിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു കൊണ്ടുപോകുന്നത് മിൻ ഖൗലിൻ വ അമൽ, ഒന്നുകിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അമല്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തരണേ. വഅഊദു ബിക മിനൻ നാർ. മോനെ, നിങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു റബ്ബേ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന മിൻ ഖൗലിൻ വ അമൽ, വാക്കോ പ്രവൃത്തിയോ ആയിട്ട് എന്തെല്ലാം ഉണ്ടാകാമോ അതിൽ നിന്നെല്ലാം കാവൽ നൽകണമേ. അങ്ങനെ അത് ആരക്കേണ്ടത്. അബ്ദുല്ലാഹുൽ മുഗഫൽ തങ്ങളുടെ മകൻ എന്തുവായിരുന്നു, ഇതേപോലെ സംഭവമുണ്ട്. മകൻ എന്തുവായിരുന്നത്, അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് എനിക്കൊരു വൈറ്റ് കൊട്ടാരം വേണമെന്നതായിരുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബ്യദ അൻ യമീനിൽ ജന്ന.
സ്വർഗത്തിൻ്റെ വലതുഭാഗത്താണ് കടന്ന എൻട്രൻസ് തന്നെ വലതുഭാഗത്ത് എനിക്കൊരു എന്ത് ചെയ്യണം, ഒരു വെള്ളക്കൊട്ടാരം വേണം പടച്ചോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹിൽ മുഗഫൽ തങ്ങളുടെ മോന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യാ ബുനയ്യ, മോനെ, സലില്ലാഹൽ ജന്ന വഉദ് ബിഹി മിനന്നാർ, മോനെ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചേക്ക്, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചേക്ക് റബ്ബേ. ഫഇന്നീ സമിഅ്തു റസൂലല്ലാഹ്, സ്വഹാബിയാണ് അബ്ദുല്ലാഹിൽ മുഗഫൽ എന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യകൂനു ഖൗമുൻ യഅ്തദൂന ഫിദ്ദുആഇ വത്തുഹൂർ. ഇവിടെ രണ്ട് കാര്യമുണ്ട്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, യഅ്തദൂന ഫിദ്ദുആ, ദുആയിൽ അവർ അതിര് കവിഞ്ഞു പോകും. കുറേ ദ്വാരക്കുന്നല്ല കേട്ടോ അതിനർത്ഥം. ദുആയിൽ ചോദിക്കാൻ പാടില്ലാത്തത്, അൺനെസസറി ആയ കാര്യങ്ങൾ ചോദിക്കാൻ, അങ്ങനത്തെ ആളുകൾ കാണും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വത്തുഹൂർ, വൃത്തിയാക്കുന്നിടത്തും. ചില പെണ്ണുങ്ങളുണ്ട് ഭയങ്കര വസ്വാസമുള്ളവർ, കഴുകിയാലും തീരാത്തവർ. ചില ആണുങ്ങളുണ്ടാവും അങ്ങനെ. യഅ്തദൂൻ, അതൊക്കെ ഓവറാണ്, ഒന്ന് വെള്ളം വേസ്റ്റാക്കലാണ്. പിന്നെ ഒരു വാഷിംഗ് പൗഡർ ചിലവില്ലേ ഇതിന്, എന്തെങ്കിലും ഒരു വെള്ളം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, അതുകൊണ്ട് പിന്നെ വാഷ് ചെയ്തിട്ടേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്തിരിട്ട കറണ്ട് എത്ര ചിലവാകും, അതൊന്ന് ഉണക്കിയെടുത്താൽ പോരെ. നജസ്സൊന്നും അല്ലെങ്കിൽ, നജസ്സാണെങ്കിൽ ഒന്ന് കഴുകിയാൽ മതി. അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം ചിലവാക്കുക, വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് സമയം. ഒരു കാലിൻ്റെ ഒരു നടന്നു പോയൊരു അടയാളം ഒരു ടൈലിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി, പടച്ചോനെ ഈ കാലുകൊണ്ട് ഇപ്പോൾ ആ ചെരുപ്പിട്ട് ശരിയാണ്, പക്ഷെ ചെരുപ്പിട്ടിൻ്റെ മുമ്പ് കാല് നിലത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒരു നായ് പോയോടത്ത് നടന്നു വന്ന ഒരാളവിടെ ചവിട്ടി പോയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അയാളെ കാലുമ്പോൾ നിങ്ങളുടെ പൊടി കയറിയിട്ടുണ്ടാവില്ലേ. യാ അല്ലാ, എന്നിട്ട് നിലം മുഴുവൻ കഴുകന്നെ, വൈകുന്നേരം വരെ കഴുകലെന്നെ പണി. ഒരു ഗസ്റ്റ് വരാൻ പേടിയാണ്, ഒരാളെ വിളിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, ഈ നജസ് പേടിച്ചിട്ട്. അവർക്ക് നിസ്കാരപ്പായ കൊടുത്താൽ പിന്നെ പേടി, ആ നിസ്കാരപ്പായും കട്ടിലടക്കം കഴുകേണ്ടി വരും. പിന്നെ ഇങ്ങനെ അമിതമായി തഹൂർ, ശുദ്ധിയാവുക എന്നവരുടെ ഉദ്ദേശം. പക്ഷെ അതൊക്കെ ഓവറാണ്, അങ്ങനെയൊന്നും വേണ്ട. മനുഷ്യന്മാർ ജീവിക്കുന്ന ലോകമാണിത്. പൊടിയും മണ്ണും ചളിയൊക്കെയുണ്ടാവും. എല്ലാ പൊടും മണ്ണും എന്തല്ല, നജസ്സല്ലല്ലോ. നജസ് നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? എങ്കിലത് കഴുകി വൃത്തിയാക്കണം. അല്ലേ ഉണ്ടാകാമല്ലോ. യാ അല്ലാഹ്, അങ്ങനത്തെ പോസിബിലിറ്റി നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ മഅഫൂവാണ്. നജസ് കാണുന്നുണ്ടോ, അത് വൃത്തിയാക്കണം. നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ, അത് വൃത്തിയാക്കണം. ഉണ്ടായിരിക്കാൻ ഇടയുണ്ടല്ലോ, ഒന്നും ചിന്തിക്കേണ്ട, അതൊക്കെ വസ്വാസാണ്. യകൂനു ഖൗമുൻ യഅ്തദൂന ഫിദ്ദുആഇ വത്തുഹൂർ, ശുദ്ധിയാക്കുന്ന വിഷയത്തിലും ദുആഇന്റെ വിഷയത്തിലും അതിര് കവിയുന്ന ആളുകൾ വരാനുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് മോനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു മകനോട്. ഞാനവിടെ കടന്നാൽ അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബിയദ അൻ യമീനിൽ ജന്നതി ഇദാ ദഖൽതുഹാ, ഞാൻ ആ സ്വർഗത്ത് കടക്കുമ്പോൾ വലതുഭാഗത്തന്നെ ഇതാർക്കായി കടല്, ഈ കൊട്ടാരം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ലിബിൻ അബ്ദുല്ലാഹി ബിൻ മുഗഫലിൻ്റെ മോൻ്റേതാണ് എന്ന് പറയപ്പെടണം എന്നാ കുട്ടിൻ്റെ ആഗ്രഹം. അങ്ങനെയൊന്നും ചോദിക്കേണ്ട മോനെ, അത്രയൊന്നും വേണ്ട. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്ക്, നരകത്തിന് കാവൽ ചോദിക്ക്, അത് മതി. സല്ലു അല നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ദുആയിന് ഉത്തരം കിട്ടാൻ ഒരു കാരണമുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സ്തുതിക്കണം, ഹംദ് വേണം, അള്ളാഹുവിനെ പുകഴ്ത്തി പറയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. എന്നിട്ട് ദ്വാരക്ക. അതിൻ്റെ അവസാനം ഒരു 3 സ്വലാത്തെങ്കിലും ചൊല്ലുക, അല്ലെങ്കിൽ ഒരു വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി, ഒരു സ്വലാത്ത് അവസാനം ഒരു സ്വലാത്ത്. തുടക്കത്തിൽ ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുക, എന്നിട്ട് സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് ദ്വാരക്ക. അങ്ങനെ 2 സ്വലാത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ ദുആ വരേണ്ടത്.
ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് അത് ഹബീബിൽ നിന്ന് അനുഭവിച്ചത്. കുൻതു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ ഉമറു മഅഹ്, ഞാൻ നിസ്കരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സിദ്ദീഖ് തങ്ങളും ഉമർ എന്നവരുമുണ്ട് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഞാൻ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ബദഉതു ബിസ്സനാഇ അലല്ലാഹ് ثم الصلاة على النبي صلى الله عليه وسلم, ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദന്മാരങ്ങ് ദ്വാരക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ ദ്വാരക്കാൻ അറിയും അല്ലേ. ഒരു 5 മിനിറ്റൊക്കെ ദ്വാരക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അറബി തന്നെ ദ്വാരന്നേക്കാം. മാഷാ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ഇറക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ സ്തുതിച്ചു. ثم الصلاة على النبي صلى الله عليه وسلم, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി. ثم دعوت لنفسي, എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാം, ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തു. فقال النبي صلى الله عليه وسلم, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സൽ തുഅത സൽ തുഅത, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ ചോദിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് തരും, ചോദിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് തരും, ഈ ദുആഇന് ഉത്തരമുണ്ട്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ദുആഇൻ്റെ അദബുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തൊരു ഭാഗ്യമാണ്, ചോദിച്ചോളൂ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയില്ലേ, അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് ഇറങ്ങി ഓടാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുക, കുറച്ച് നേരം തിരക്കോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇരുന്ന് ദ്വാരക്കുക. അപ്പോൾ ഇനി അതിന് തെളിവുണ്ടോ വെച്ച് വരണ്ട, തന്നെയാണ് തെളിവ്, ഇരുന്ന് ദ്വാരക്ക തന്നെ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുണ്ട്, അൻ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കേട്ടു, റജുലൻ യദ്ഉ ഫീ സ്വലാത്തിഹി. ഇപ്പം അങ്ങനെ ഒരാൾ ദ്വാരുന്ന തെളിവായി. ഇപ്പോൾ എല്ലാവരും ദ്വാരക്കാൻ തെളിവുണ്ടോ എന്നാ കാര്യം പിന്നെ ഇപ്പം അവിടെ കമൻറ്റ് ബോക്സിൽ പിന്നെ വരിക, ഇതുപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ ഈ അൽ ബിദ്അത്തുൽ ഹസന അൽ ബിദ്അത്തുസ് സയ്യിഅ എന്ന് പറയുന്ന 2 കാറ്റഗറി അതില്ല എന്നാ ചില വളവന്മാർ പറയല്. അഇമ്മത്തുകളുടെ രേഖ വെച്ചുകൊണ്ട് തന്നെ 2 തരത്തിലാണ്. നബിതങ്ങളുടെ ദീനിൻ്റെ ശറഇന് വിരുദ്ധമല്ലാത്ത ഹസനായ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല എന്നാ, ചെയ്യണം എന്നാണ്. എങ്ങനെ? നിസ്കാരം കഴിഞ്ഞു, കൂടിയിരുന്ന് ദ്വാരക്കാൻ. നമ്മളിവിടെ ഇരുന്നു, നമ്മൾ കൂടിയിരുന്ന് ദുആ ചെയ്യാൻ. ഒരു നിക്കാഹിൻ്റെ മജ്‌ലിസിലാണ്, അവിടെ നിന്ന് ദ്വാരക്കാൻ. അപ്പോൾ നിക്കാഹിൻ്റെ മജ്‌ലിസിൽ നബി ദ്വാരന്നിട്ടുണ്ടോ എന്ന് ചോദിയിട്ട് വരാൻ പാടില്ല എന്ന്. എന്തേ? ആ ദുആ ചെയ്യരുത് എന്ന് നഹിയുണ്ടോ, കൽപ്പനയുണ്ടോ? ഇല്ല. ആ ദുആയിൽ തെറ്റുണ്ടോ? ശരിയായ ഹലാലായ അള്ളാഹ് പറഞ്ഞ പോലെ ദുആയിലെ ദ്വാരക്കുന്നുള്ളൂ ആണ്. എന്നാൽ അത് ദുആ ചെയ്യാം. അത് ഇനി മരിച്ചെടുത്താവട്ടെ, രോഗിയുടെ അടുത്താവട്ടെ, നിക്കാഹിൻ്റെ സദസ്സാവട്ടെ, മൗലിദിൻ്റെ സദസ്സാവട്ടെ, എപ്പോഴാണിത് പാടില്ല എന്ന് പറയുന്നത്? ഏതാണ് ബിദ്അത്തുൻ സയ്യിഅത്ത്, മോശപ്പെട്ട ബിദ്അത്ത് ഏതാണ്, ഹസനത്ത് ഏതാണ്? ഇങ്ങനെ 2 ഉണ്ട് എന്ന് ഇമാം ഷാഫി ഞങ്ങൾ പറയാണ്. നമ്മൾ അത് വെച്ചിട്ടാണ് പറയൽ. അപ്പോൾ ചിലർ കമൻ്റ് ഇടും, അങ്ങനെയല്ല, എല്ലാ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസേറ്റ് വരും. അത് കാണാത്തത് കൊണ്ടല്ല ഇമാം ഷാഫി ഞങ്ങളത് പറയുന്നത്. പിന്നെ മറ്റേ ഹദീസ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവന്നതല്ലാത്തത് എന്ത് കൊണ്ടുവന്നാലും ഫഹു റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണ്. ഇതെന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തള്ളപ്പെടേണ്ടത് തന്നെ. എന്താണ് തള്ളപ്പെടേണ്ടത്, എന്താ തള്ളപ്പെടേണ്ടാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത എത്രയോ നന്മകൾ അസ്ഹാബുകൾ ചെയ്തിട്ടുണ്ട്, ഖുലഫാഉർ റാഷിദുകൾ ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബിദ്അത്താന്ന് പറയാം. അപ്പോൾ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായത് എന്നതിന് അർത്ഥമുള്ളൂ. പുതുതായത് എല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. തള്ളപ്പെടേണ്ടതുണ്ട്, എന്നാൽ ഹസനത്തുമുണ്ട്. അൽ ബിദ്അത്തു ബിദ്അത്താൻ. ഇൻഷാ അല്ലാഹ് അത് ഒരു സ്പീച്ചായിട്ട് തന്നെ റബീഉൽ അവ്വലിൻ്റെ സമയത്ത് തന്നെ ആവാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നാട്ടിലായിരിക്കും ആ വേള, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, തീരുമാനിച്ചിട്ടില്ല. കുറച്ച് സമയമെടുത്ത് ആ ഒരു സംശയം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെറുതെ സ്വീപ്പാക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, റബീഉൽ അവ്വൽ വരാൻ പോകുന്നുണ്ട്, മൗലൂദ് നബി ചെയ്തോ, ഇവർ ചെയ്തോ, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ പകുതി മാത്രം കേൾക്കണമല്ലോ, അവിടെ കട്ട് ചെയ്തിട്ട് കണ്ടോ നബി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാണ് ചാടി കളിക്കും. നബി തങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അമലു സ്വാലിഹാത്തുകളുണ്ട്.
എല്ലാം പറ്റൂല എന്ന് പറയാൻ കഴിയില്ല. ഇത് പറയുന്ന എൻ്റെ അഭിപ്രായമല്ല, ഇമാം ഷാഫിഈ തങ്ങളുടെ ഖൗലാണ്. അൽ ബിദ്അത്തു ബിദ്അത്താൻ. അപ്പോൾ അതും മറ്റു അയിമത്തുകളുടെ രേഖയൊക്കെ വെച്ചിട്ട് പറഞ്ഞുകൊടുത്താൽ ചിലപ്പോൾ തിരിഞ്ഞോൾക്ക് തിരിഞ്ഞാലോ, അല്ലാത്തവർ പിന്നെ പാർട്ടി വിടാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുക. കാരണം നമുക്ക് പ്രശ്നമില്ല. മനസ്സിലാകാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവാൻ വേണ്ടി ആ ഒരു വിഷയം സംസാരിക്കണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്ന. ഇൻഷാ അള്ളാഹ് ഈ കൊല്ലത്ത് ഈ ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നാട്ടിലോ ഇവിടെയൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാഹ് വിഷയം ഒന്ന് ചർച്ച ചെയ്യണം. ഇൻഷാ അള്ളാഹ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വെറുതെ പറഞ്ഞ ചീപ്പാക്കണേ. റബ്ബിയിൽ വരുമ്പോൾ അത് നബി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ദീനിനെ അങ്ങനെ സങ്കുചിതമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം പൂർണ്ണമാണ്. ഇപ്പോൾ അല്ലയോ മക്കുമൽത്തുലക്കും ദീനക്കും അങ്ങനത്തെ കുറച്ച് ആയത്തുകളുണ്ട് ബേസിക്കുകളായിട്ട് പഠിച്ചു വെക്കുന്നത്. അത് വെച്ചിട്ടാണ് കൗണ്ടർ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണക്കാരിങ്ങനെ ശരിയാണല്ലോ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞ് തലാട്ടി പോരും ചെയ്യും. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ നന്മകൾ മുൻഗാമികളായ ആലിമീങ്ങൾ അംഗീകരിച്ചു പോകുന്ന വിഷയങ്ങൾ ഒറ്റയടിക്ക് നബി ചെയ്തിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യത്തുമ്മേ നമ്മളങ്ങ് ഇടിഞ്ഞ് തകർന്നു പോവുകയാണോ എന്ന് തോന്നിപ്പോകും. ഇല്ല, ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ അതിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ പറയാനുള്ള വിഷയം ഉണ്ടായിരിക്കും. നോക്കട്ടെ, പറ്റുന്നത്ര അങ്ങ് ഒരു 2-3 മണിക്കൂർ കൊണ്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യദ്ഉ ഫീ സ്വലാത്തിഹി. അപ്പോൾ അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ ജമാഅത്തായിട്ട് ദുആ ചെയ്തെന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. ആമീൻ പറഞ്ഞോളി. അതൊരു ഹസനത്താണ്, ഒരു നന്മയാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ കുല്ലുൻ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കാതെ വന്നിട്ട് എന്ത് ചെയ്യരുത്, അതിന് കമൻറ്റ് ചെയ്യരുത്. അറിയില്ലെങ്കിൽ മിണ്ടാണ്ട് പോയപ്പോൾ നിങ്ങൾ വല്ല എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരാണെങ്കിൽ ആ കാര്യം പറഞ്ഞു കൊടുത്തോളി. ലാംഗ്വേജ് പഠിച്ച ലിറ്ററേച്ചർ പഠിച്ചവരാണെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞോളി. ഇത് പഠിച്ച ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ ഉലമാഇൻ്റെ ഖൗലുകളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇതിൽ അഭിപ്രായം പറയാൻ പാടും. അങ്ങനത്തെ ഒരു വിഷയമാണ്. നമ്മൾ സാധാ എല്ലാ വിഷയത്തിലും കയറി കമൻ്റ് ഇടുന്ന പോലെ ദീനിൻ്റെ വിഷയത്തിൽ കമൻ്റ് ഇടരുത്. പ്രത്യേകിച്ച് പറയാണ്, ഇങ്ങനെ എല്ലാത്തിലും അടിച്ച് കയറി ഓരോന്ന് എഴുതി പോവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നന്നാവും, എല്ലാവരും ഇത് കേട്ട് നന്നാവും, അങ്ങനെയൊന്നുമില്ല. ചിലർ അങ്ങനെയൊക്കെ പോവും. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ മനസ്സിലാക്കണം, അതിനുവേണ്ടി പറയാം. ഫലം യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നു, ആ ദുആയിൽ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലാതെ ദുആരക്കാണ്. അപ്പോൾ തങ്ങളിത് കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല അജ്ജല ഹാദാ. ഇയാൾ പെട്ടെന്ന് ദുആയിലേക്ക് കടന്നുപോയല്ലോ. അജ്ജല, ധൃതി പിടിച്ചല്ലോ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടങ്ങ് കടന്നാൽ പോരായിരുന്നത്, പെട്ടെന്ന് നേരെ ഡയറക്റ്റ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് ദുആയിലേക്ക് കടന്നല്ലോ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ദുആയിരക്കുകയാണെങ്കിൽ ഫൽയബ്ദ ബിതഹ്മീദി റബ്ബി. സ്വല്ല എന്ന് പറഞ്ഞാൽ ദുആഇന് സ്വല്ല എന്ന് പറയും. ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി സുബ്ഹാനഹു വസ്സനാഇ അലൈഹി. അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ടും അല്ലാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ടുമാണ് ആരംഭിക്കേണ്ടത്. ثم يصلي على النبي صلى الله عليه وسلم. പിന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ثم يدعو بما شاء. എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദുആ ഇറക്കാം. പക്ഷെ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത്. ആരായി പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു. തങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതതിൻ്റെ അദബാണ്. ഒരു പോലീസുകാരൻ പറയാം, എവിടുന്ന് പോകണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അയാളതിൻ്റെ അധികാരിയാണ്. മൂപ്പരിപ്പോൾ എന്തെങ്ങനെ മൂപ്പര കാര്യം പറഞ്ഞു ചോദിക്കാൻ പറ്റുമോ? അവിടെ തങ്ങൾ പറയാൻ സ്വലാത്ത് ചൊല്ലാതെ നിങ്ങൾ ദ്വാരക്കരുത്. ആർക്ക് സ്വലാത്ത്? തുമ്മ യുസല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അതാണ് എൻ്റെ അത്ഭുതം. അത് തങ്ങളുടെ പേരിലാണ് ആ ദുആ വരുന്നത്. പക്ഷെ തങ്ങളും സ്വല്ലല്ലാഹു, തങ്ങൾക്ക് നിർബന്ധമാണ്, തങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന് തങ്ങൾ വിശ്വസിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ചില ഉള്ളിൽ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. തങ്ങളും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞിട്ട് തങ്ങൾ അത്തഹിയ്യാത്ത് ഓതുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ അങ്ങേക്ക് അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. അപ്പോൾ തങ്ങളല്ലേ പറയുന്നത്, തങ്ങൾക്കത് ചൊല്ലാതിരുന്നൂടെ? അല്ല, തങ്ങളത് ചൊല്ലും സ്വല്ലല്ലാഹു. തങ്ങളത് ചൊല്ലിയിട്ടാണ് നിസ്കരിക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് തങ്ങൾ പറയും, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ ദുആ ഇരക്കുമ്പോൾ അള്ളാഹുവെ നിനക്ക് വേണമെങ്കിൽ എന്ന് പറയാൻ പാടില്ല എന്നാ. അള്ളാഹു നിനക്ക് വേണമെങ്കിൽ തന്നക്ക് അങ്ങനെ പറയരുതെന്നാ. വലാ യസ്തഥ്നി അങ്ങനെ പറയാം. നിനക്ക് വേണമെങ്കിൽ എന്ന് പറയരുത്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ലാ യഖൂലന്ന അഹദുക്കും അല്ലാഹുമ്മഗ്ഫിർ ലി ഇൻ ശിഅത. നിങ്ങൾ ആരും പറയരുത് എങ്ങനെ, അള്ളാഹുവെ നിനക്ക് വേണമെങ്കിൽ ഇൻ ശിഅത, നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തുതാ. അങ്ങനെ പറയരുത്. ഇൻ ശിഅത നിനക്ക് വേണമെങ്കിൽ എന്ന് പറയരുത്. അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത, അള്ളാഹുവെ നിനക്ക് റഹ്മത്ത് തരണേ ഇൻ ശിഅത, നിനക്ക് പറ്റുമെങ്കിൽ. അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. നിനക്ക് പറ്റുമെങ്കിൽ പുറത്ത് തന്നക്ക്, നിനക്ക് പറ്റുമെങ്കിൽ റഹ്മത്ത് തന്നക്ക്. അങ്ങനെയൊന്നും അള്ളാഹിനോട് പറയരുത്. ലിയഅ്സിമി ദുആ, നിങ്ങൾ ദുആഇനെ മനസ്സുറപ്പിച്ചുകൊണ്ട് തന്നെ ദുആ ഇരക്കണം, ദുആഇനെ ഉറപ്പിച്ചു നിർത്തണം. വേണമെങ്കിൽ അങ്ങനെ പറയരുത്. ഫഇന്നല്ലാഹ സ്വാനിഉൻ മാ ശാഅ, അള്ളാഹു ഉദ്ദേശിച്ചു തന്നെ അള്ളാഹു ചെയ്യുകയുള്ളൂ, അള്ളാഹ്ക്ക് അത് ചെയ്യാൻ കഴിയും. ലാ മുക്രിഹ ലഹു, ആരും അള്ളാഹിനെ നിർബന്ധിക്കൂല. അള്ളാഹു നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യട്ടോ, അങ്ങനെയൊന്നും പറയണ്ട. ആരിൽ നിന്നാണ് അള്ളാഹുവിന് പെർമിഷൻ വേണ്ടത്? അതുകൊണ്ട് അള്ളാഹുവെ പുറത്തുതാ അങ്ങനെ പറയാവൂ. ചില ദുആകളെ 3 തവണ ആവർത്തിക്കൽ സുന്നത്താണ്. 3 തവണ പറയാം ഒരേ കാര്യം അള്ളാഹുവിനോട് 3 തവണ ചോദിക്കുക. ചില ദുആകളൊക്കെ വരുമ്പോൾ ഖാരിയങ്ങളായ ഇമാമിങ്ങളൊക്കെ ഒരു ആയത്ത് 3 വട്ടം എന്ത് ചെയ്യും, ആവർത്തിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഅാ ദഅാ സലാസൻ വഇദാ സഅല സഅല സലാസ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ 3 തവണ ദുആ ചെയ്യാറുണ്ട്. തങ്ങൾ അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുമ്പോൾ 3 തവണ ചോദിക്കും. 3 തവണ ചോദിക്കും. ഒരേ ദുആ 3 തവണ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഅ്ജിബുഹു അൻ യദുഅ സലാസൻ വയസ്തഗ്ഫിറ സലാസൻ. 3 തവണ പൊറുക്കലിനെ ചോദിക്കുകയും 3 തവണ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയും ആവർത്തിച്ച് നിബിതങ്ങൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ദുആ ഇരക്കാറുണ്ട്. അത് കാന യുഅ്ജിബുഹു, നിബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് മഹാനായ അബൂ ദാവൂദ് തങ്ങളുടെ ഹദീസിലുണ്ട്, സുനനിലുണ്ട്. ദുആഇന് ഉത്തരം കിട്ടേണ്ട സമയങ്ങൾ അദബ് മനസ്സിലായി. ഇനി എപ്പോഴാണ് ചോദിക്കേണ്ടത്? 1 പാതിരാത്രി കഴിയുമ്പോൾ, രാത്രിയുടെ 2 കഴിഞ്ഞ് കടന്നാൽ, അപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞാൽ, അപ്പോൾ 2-4 കഴിഞ്ഞ് പിന്നെ ഒരു 4 കൂടെ ആകുമ്പോൾ 12 ആയില്ലേ. 12 മണിക്കൂറാണ് നൈറ്റ് എങ്കിൽ 2/3 ഭാഗം 8 മണിക്കൂർ കഴിഞ്ഞു, ഇനി ഒരു 4 മണിക്കൂറും കൂടെ ഉണ്ട് എന്ന് വരുമ്പോൾ, അതായത് സുബഹിക്ക് മുമ്പാട്ടോ, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പത്തെ ടൈമാണ് കൂട്ടുക. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പത്തെ രാത്രിയെ നമ്മളത് 6 മണിക്കൂറാണെങ്കിൽ അവസാനത്തെ 2 മണിക്കൂർ, സുബഹിൻ്റെ ബാങ്കിന് തൊട്ട് മുമ്പുള്ള 3 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ അവസാനത്തെ 3 മണിക്കൂർ. അസുലുസുൽ അഖീറു മിനൽ ലൈൽ, രാത്രിയിലെ അവസാനത്തെ 1/3 അത് ദുആഇന് ഉത്തരമുള്ള സമയമാണ്. ينزل ربنا تبارك وتعالى في كل ليلة إلى السماء الدنيا. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വരും എന്നാണ് ആ വാക്കിനർത്ഥം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നുണ്ട്. വേറെ ഹദീസുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ, ഇന്ന ഫിൽ ലൈലി ലസാഅതൻ ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയാ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ല ലൈല. എല്ലാ രാവുകളിലും, റമളാൻ മാത്രമല്ല, റമളാൻ അല്ലാത്ത ഏത് രാവാണെങ്കിലും റമളാനാണെങ്കിലും അള്ളാഹുവിന് ഒരു സമയം, 1 മണിക്കൂർ നേരമുണ്ട് എല്ലാ രാത്രിയിലും. ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ദുന്യാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ വിഷയം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുക ഉറപ്പാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും വിഷമമുണ്ടെന്ന് വിചാരിക്കുക, വലിയ പ്രയാസമുണ്ടാവും, നമുക്കൊക്കെ ഉണ്ടാകും. എന്ത് ചെയ്യുക? സുബഹിൻ്റെ തൊട്ട് മുമ്പ് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനോട് ഇരുന്ന് ദുആ ഇരക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ 3 റക്അത്ത് വിത്ർ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട്. വെള്ളിയാഴ്ച ഏറ്റവും ബറക്കത്തുള്ള സമയമാണ് അസ്ർ മഗ്രിബിൻ്റെ ഇടയിലെ സമയം. അതിൽ തന്നെ ഏറ്റവും ബറക്കത്തുള്ളത് മഗ്രിബിൻ്റെ തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ. ഒരാഴ്ചയിലെ ഏറ്റവും ബറക്കത്തുള്ള സമയം അതാണ്. വെള്ളിയാഴ്ച മഗ്രിബിന് തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. ആ സമയം വെറുതെ എന്ത് ചെയ്യരുത്, വേസ്റ്റാക്കരുത്. ദുആ ഇരക്കാൻ ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുക.
ഇന്ന ഫിൽ ജുമുഅതി ലസാഅതൻ, വെള്ളിയാഴ്ച ഒരു മണിക്കൂർ സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി, അള്ളാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിച്ചുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ യസ്അലുല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്, അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. വഅശാറ ബിയദിഹി യുഖല്ലിലുഹാ, അത് കുറഞ്ഞ നേരമേ ഉള്ളൂ എന്ന് നബി തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്ന് പരിശുദ്ധ റസൂലിനെ സംബന്ധിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു യൗമുൽ ജുമുഅത്തി 12 സാഅ, വെള്ളിയാഴ്ച പകൽ 12 മണിക്കൂറാണ്. 12 മണിക്കൂറാണെങ്കിൽ മിൻഹാ സാഅത്തുൻ, അതിൽ ഒരു മണിക്കൂർ ലാ യൂജദു മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഷൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. 12-ൽ ഒരു മണിക്കൂർ. എന്നിട്ട് പറഞ്ഞു ഫൽതമിസൂഹാ ആഖിറ സാഅത്തിൻ ബഅദൽ അസ്ർ, അസ്റിന് ശേഷമുള്ള അവസാനത്തെ മണിക്കൂറിൽ ആ സമയമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് സുന്നത്ത് നിസ്കാരം കറാഹത്തുള്ളത് എങ്ങനത്തെ സുന്നത്ത് നിസ്കാരം? കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം കറാഹത്താണെന്നാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞ സമയമല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഉളു എടുക്കുക. ഉളു എടുത്തു കഴിഞ്ഞാൽ ഉളുവിൻ്റെ 2 റക്അത്ത് എപ്പോഴും നിസ്കരിക്കാം. പള്ളിയിലേക്ക് കയറി ചെന്നതാണ് ആണുങ്ങളെന്ന് വിചാരിക്കുക, തഹിയ്യത്ത് ഉണ്ടാവും 2 റക്അത്ത്, എപ്പോഴും നിസ്കരിക്കുക. തഹിയ്യത്ത് കഴിഞ്ഞിട്ട് ഇനി 2 റക്അത്ത് വേറെ നിസ്കരിക്കട്ടെ, ഒരു സുന്നത്ത്, അങ്ങനെ ആവരുത്. ഖളാ വീട്ടാൻ ഉദ്ദേശമുണ്ട്, ഏത് സമയത്തും ഖളാ വീട്ടാൻ നിസ്കരിക്കാൻ പറ്റും. മുന്തിയ ഒരു കാരണം ഉണ്ടായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇഹ്റാമ പറ്റാത്തത്. ഇഹ്റാമിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. കാരണം വരുന്നത് ശേഷം. ഇഹ്റാമിന് വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, നിസ്കാരം ആദ്യവും ഇഹ്റാം ബാക്കിലുമാണ് വരുന്നത്. അത് പറ്റൂല. അല്ലാതെ ഒരു കാരണം സംഭവിച്ചു, ഇപ്പം മരണം സംഭവിച്ചു, ജനാസ നിസ്കരിക്കണം, ഏത് സമയത്തും നിസ്കരിക്കുക. കാരണം മൗത്ത് ആദ്യം നടന്നില്ലേ, പിന്നല്ലേ നിസ്കാരം വരുന്നത്. തഹിയ്യത്ത് നിസ്കരിക്കാം, ഖളാ ആയി പോയ നിസ്കാരം ഖളാ വീട്ടാം, അതൊക്കെ ചെയ്യാം. മുത്തലഖ് സുന്നത്തുകളാണ് അസ്ർ മഗ്രിബിൻ്റെ ഇടയിൽ. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിൻ്റെ വരെ എന്ത് ചെയ്യാം പാടില്ല, അല്ലെങ്കിൽ കറാഹത്താണ്, തഹരീമിൻ്റെ കറാഹത്താണ് എന്നൊക്കെ അഭിപ്രായങ്ങളുള്ളത്. വെറുതെ നിസ്കരിക്കുന്ന സുന്നത്ത്, വെറുതെ 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറയില്ലേ, അതാണ്. യാത്രയുടെ സുന്നത്തിൽ വരും. ജസാക്കല്ലാഹു ഖൈർ. യാത്രയുടെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് യാത്ര തുടങ്ങുക. അപ്പോൾ യാത്രയുടെ സുന്നത്ത് പറ്റൂല. അസ്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിൻ്റെ ഇടയിൽ യാത്രയുടെ സുന്നത്ത് നിസ്കാരവും ഉംറയുടെ സുന്നത്തൊന്നും എന്ത് ചെയ്യില്ല. അത് രണ്ടുമാണ് കാര്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ വരുന്ന പാടില്ലാത്ത നിസ്കാരം. അത് 2 ഉണ്ടാവുള്ളൂ സാധാരണഗതിയിൽ. പിന്നെ വെറുതെ നിസ്കാരം, അതല്ലാത്തതൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. അത് യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. തെറ്റ് ചെയ്യാൻ പോകുന്ന യാത്ര ആവരുത്. ഹലാലായ യാത്രക്ക് പോവുക, നാട്ടിലേക്ക് പോവാൻ, ഉംറ പോവാൻ, കച്ചവടത്തിന് പോവാൻ, അതിനൊന്നും കുഴപ്പമില്ല. 3 ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 ദുആകൾക്ക് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅവത്തുസ് സ്വാഇമി, നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ്റെ ദുആ. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദുൽമിന് വിധേയമായ ഒരാൾ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയായ മനുഷ്യനോട് അതിക്രമമോ അനീതിയോ സംഭവിച്ചാൽ ആ മനുഷ്യൻ്റെ ദുആഇന് ഉത്തരമുണ്ട്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആഇനും ഉത്തരമുണ്ട്. 3 ദഅവാത്തിൻ മുസ്തജാബാത്ത്. ഇതിൽ 2 നമുക്ക് സാധ്യമാണ്. നോമ്പെടുത്തിട്ട് ദ്വാരക്കാം. യാത്ര സാധാരണഗതിയിൽ നമുക്ക് ചെറുതും വലുതുമായ യാത്രകളുണ്ടാവും, അപ്പോൾ ദ്വാരക്കാം. മദ്ലൂം, അതിനിപ്പോൾ ദുൽമ സംഭവിക്കാൻ വേണ്ടി നിന്നൊടുക്കൊന്നും വേണ്ട. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മദ്ലൂമിൻ്റെ മനസ്സിൻ്റെ വേദന ഉള്ളതിൻ്റെ പേരിൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുന്നതാണ്. മദ്ലൂമിൻ്റെ ദുആക്ക് ഉത്തരം ഉണ്ടാവും. സുജൂദിൽ കടന്ന് ദുആയിരക്കാം. സുജൂദിൽ സുന്നത്ത് നിസ്കാരമൊക്കെയാണ്. സുജൂദിൽ ഒരുപാട് നേരം പറ്റുമെങ്കിൽ നിൽക്കാം, അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കാം, മനസ്സുകൊണ്ട് ദ്വാരക്കാം. മലയാളമൊന്നും പറയരുത്, വേറെ ഭാഷയിൽ അറബിയല്ലാത്ത മഅ്സൂറായ റിവായത്തിൽ വന്ന ദിക്റുകളും ദുആകളും അല്ലാതെ സുജൂദിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് പറയാം, നാവ് കൊണ്ട് പറയാൻ പറ്റില്ല. നാവ് കൊണ്ട് പറയേണ്ടത് സുജൂദിൽ ദുആയിരക്കാൻ പറ്റുന്ന ഖുർആനിലോ ഹദീസിലോ ഒക്കെ വന്നിട്ടുള്ള ദിക്റുകളുണ്ടാവും, ദുആകളുണ്ട്, അതൊക്കെ ദുആ ചെയ്യാം. സുന്നത്ത് നിസ്കാരമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് സമയം സുജൂദിൽ. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി മിർ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. ഫഅക്സിറു ദുആ, ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കണം സുജൂദിൽ എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സമയമുള്ളത് വാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിലാണ്. ബൈനൽ അദാനി വൽ ഇഖാമ, ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് വാങ്ക് വിളിച്ചു, ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം ദുആക്ക് ഉത്തരമുണ്ട്. മറ്റൊന്നുള്ളത് ഇമാമ് ഖതീബ് വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ
രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കുന്ന ഏതാനും സെക്കൻഡുകൾ, ആ ഇരുത്തം ദുആഇൻ്റെ ഖുതുബയുടെ ഭാഗമാണ്. ഖുതുബയിൽ ആ ഇരുത്തം നിർബന്ധമാണ്, ഇരിക്കണം. ഇരുന്നിട്ടാണ് അടുത്ത ഖുതുബയിലേക്ക് നീങ്ങുക. രണ്ടാമത്തെ ഖുതുബയിൽ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി തഖ്വ കൊണ്ടുള്ള വസിയത്തൊക്കെ ചെയ്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് അങ്ങനെയാണ് അത് പോവുക. അപ്പോൾ ആ ഒരു സമയം ഖതീബിന് സുന്നത്തയുടെ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതലാണ്. റാട വെച്ച് കെട്ടണമെന്നൊക്കെ പറഞ്ഞൊരു ഉസ്താദ് വരുന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അവിടെ സുന്നത്ത് ഖുൽ ഹു അല്ലാഹു അഹദ് ഓതലാണ്. സാരല്ല ഉസ്താദിൻ്റെ ഒരു ആഗ്രഹം വരുന്നൊക്കെ ആയിക്കോട്ടെ, ചോദിച്ചാൽ കിട്ടുന്ന നേരമാണത്. അവിടെ മഅ്മൂമീങ്ങളായ ആൾക്കാർ താഴെ ഇരിക്കുകയാണ്, നമ്മൾ മഅ്മൂമീങ്ങളാണ്. ഖതീബ് അവിടെ മേലെ ഇരിക്കുകയാണ്. ഖതീബ് ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് ഒരു തവണ ഓതി കഴിഞ്ഞാൽ അവരെണീക്കും. ചിലപ്പോൾ ഒന്നും ഓതിയില്ല എന്ന് വരും. നമുക്കെന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ചെയ്യാം. മിനിമം റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ഈ ദുന്യാവിലെ എല്ലാ നന്മകളും തരണേ റബ്ബേ, പരലോകത്തെ നന്മകളും തരണേ പടച്ചവനെ, നരകത്തിലേക്ക് ഞങ്ങൾ പോകാതെ കാക്കണേ റബ്ബേ. ഇതല്ലേ വേണ്ടതുള്ളൂ. എല്ലാം അതിൽ പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദുആയാണത്. മിനിമം അത് പറയാ. അപ്പോൾ ഒരു സ്വലാത്തും ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന. കുറച്ച് കൂടുതൽ ഇമാം ഇരിക്കുന്നുണ്ടെങ്കിൽ വരുന്നുകൊണ്ടേ ഇരിക്കുക. ഇമാം എഴുന്നേൽക്കുന്നത് വരെ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ് വെള്ളിയാഴ്ച ദിവസം. അങ്ങനെയൊക്കെ ദുആഇന് ഉത്തരമുള്ള സമയങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും അല്ലാഹു അൽ മുജീബാണ്, അള്ളാഹു ഉത്തരം നൽകുന്നവനാണ്. നമ്മുടെ ദുആഇനൊക്കെ അള്ളാഹു ഉത്തരം നൽകട്ടെ. ഒരുപാട് ദുആകൾ അള്ളാഹു നമുക്ക് പല ഷർറുകളും ഒഴിവാക്കി തന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഒരുപാട് ദുആകളുടെ ഉത്തരങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഒരു ആക്സിഡൻ്റ് ആവേണ്ടിടത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്നത് അത് ആക്സിഡൻ്റ് ആവാൻ നിൽക്കുകയായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവിടെ സംഭവിച്ചില്ല. അള്ളാഹുവിൻ്റെ വലിയ കാവലാണ്. അള്ളാഹു മുജീബാൻ. അൽ മുജീബായ അള്ളാഹു ഞങ്ങളുടെ ദുആകൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ.